ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. നാളത്തേക്ക് നിഫ്റ്റി ഏത് ലെവലിലായിരിക്കും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി തരുന്നത്. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പ്രൈസ് ഓപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ കുറച്ച് ഡാറ്റ പോയിന്റ്സ് നോക്കുന്നുണ്ട്. ഡാറ്റ പോയിന്റ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഡാറ്റ പോയിന്റ് നമ്മൾ പറയുന്നത് നമ്മൾ 100 and 200 EMI അതിന്റെ ഒരു ഇത് നോക്കും. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റിനെ ഡെയിലി ക്യാൻഡിൽ ഇട്ടിട്ട് നമ്മൾ 100 and 200 EMI ആണ് നോക്കും. സോ അത് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് എവിടെയാണെന്ന് നോക്കും. ഓക്കെ, സോ ഇന്നിപ്പം 100 and 200 EMI നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പ്രൈസ് അതിന്റെ താഴെയാണ് പോകുന്നത്. ഇന്ന് എക്സാക്ട്ലി 100 EMI തട്ടിയിട്ടാണ് പ്രൈസ് പ്രൊജക്ട് ചെയ്തത്, റെസിസ്റ്റൻസ് ബേസ് ചെയ്തു. സോ അതൊരു നെഗറ്റീവ് ആണ് നമുക്ക് തരുന്ന ഒരു ഹിന്റ്. ഓക്കെ, പിന്നെ അടുത്തത് 100 and 200 EMI എന്ന് പറയുന്നത് നമ്മളത് ലോങ് ടൈം വ്യൂ നോക്കാൻ വേണ്ടിയിട്ടാണ് IMI നോക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഷോർട്ട് ടൈം വ്യൂ, അതായത് ഇൻട്രാഡേയിലേക്ക് നമ്മൾ ഷോർട്ട് ടൈം വ്യൂ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 9 and 21 EMI അത് ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കും. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ബുള്ളിഷ് ക്ലോസ് ഓവർ ഓൾറെഡി നടന്നിട്ടുണ്ട്. അതായത് 9 EMI 21 EMI ക്ലോസ് ചെയ്ത് മേളിലേക്ക് പോയിട്ടുണ്ട് ഒരു 3-4 ട്രേഡിംഗ് സെഷൻ മുമ്പ്. സോ അതിനുശേഷം പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പം ഈ 2 EMI നിന്ന്, അതായത് 9 EMI അതിൽ നിന്നും 200+ പോയിന്റ്സ് എവയാണ്. ഓക്കെ, അതുപോലെ തന്നെ 9 EMI 21 EMI തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്യാവശ്യം നമുക്ക് ഉണ്ട്. സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടൈം ട്രെൻഡാണ് കാണിക്കുന്നത്. ഓക്കെ, സോ പിന്നെ നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ ആണ്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് NSE സൈറ്റിൽ പോയി കാണാൻ പറ്റും. അതായത് നിഫ്റ്റി 50-ൽ 50 സ്റ്റോക്കാണ് ട്രേഡ് ചെയ്യുന്നത്. അതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഇന്ന് ട്രേഡ് ചെയ്തതിൽ 27 സ്റ്റോക്സ് ബുള്ളിഷ്, 23 സ്റ്റോക്സ് ബിയറിഷ് ആണ്. അപ്പൊ നമുക്ക് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ എന്ന് പറയുന്നത് 27 ബുള്ളിഷും 23 ബിയറിഷ് ആണ്. സോ നമുക്ക് അതൊരു പോസിറ്റീവ് ആണ്, അല്ലെ? ഒരു ബുള്ളിഷ് സൈഡാണ് കൂടുതലുള്ളത്. പിന്നെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു 1% ഇന്ത്യ വിക്സ് കുറഞ്ഞിട്ടുണ്ട്. സോ അത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിന് ഫിയർ ഇല്ല എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ പ്രൈസ് ലെവൽ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുകയാണെങ്കിൽ 24,000 എന്ന് പറയുന്നതാണ് ഒരു സപ്പോർട്ട് നേടുന്നത്. അതായത് ഇമീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,000 ആണ്. കുറച്ചും കൂടി ഒരു ഡീപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,900 ആണ്. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് നാളെ എക്സ്പയർ ആണ് നിഫ്റ്റിയുടെ. നാളത്തെ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രൈസ് ലെവൽ നോക്കുമ്പോൾ 24,200 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 24,000 തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ഉള്ളത്. പുട്ട് റൈറ്റിംഗ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലെവല് സപ്പോർട്ടായിട്ട് ആക്റ്റീവ് എന്നാണ് അർത്ഥം. ഓക്കെ, പുട്ട് റൈറ്റ് ചെയ്ത ആൾക്കാർ, അതായത് സെല് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും? 24,000 താഴെ പോകാതെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തും. ഓക്കെ, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ കോള് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് ഉള്ളത് 24,200 എന്ന് പറയുന്ന ലെവലിലാണ്. സോ അത് തന്നെയാണ് നമുക്ക് പ്രൈസ് ലെവൽ സപ്പോർട്ട് നോക്കുമ്പോഴും ഈ 2 ലെവല് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ, അതായത് പ്രൈസും ആ ലെവലിലാണ് സപ്പോർട്ട് അല്ലെ റെസിസ്റ്റൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിനും അത് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് റേറ്റിംഗും ഗോൾഡ് റേറ്റിംഗും കാണാൻ സാധിക്കുന്നത്. സോ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഏകദേശം ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യും. സോ മാർക്കറ്റ് ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ 2 ലെവൽ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്ന. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് FIയുടെ ഓപ്ഷൻ ഡേറ്റയാണ്. അതായത് ബിഗ് പ്ലേയേഴ്സ്, FI ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഫണ്ട് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ അവരുടെ വ്യൂ എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പൊ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 17-ാം തീയതിയാണ് നമ്മൾ ഈ വീക്കിലി കോൺട്രാക്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ കോൾ ഓപ്ഷൻ ഏകദേശം 2.95 ലക്ഷത്തിന് അവര് എന്ത് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഷോർട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് കോള് ഷോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? മാർക്കറ്റ് താഴേക്ക് പോകും എന്നാണ് ഒരു ബിയറിഷ്നെസ് ആണ്. അതുപോലെ തന്നെ അത് ഇന്നലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 4,800 കോൺട്രാക്ടുകൾ അവര് ബൈ എടുത്തിട്ടുണ്ട്. അതായത് 3 ലക്ഷം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു അറൌണ്ട് ഒരു 5,000 അവർ ബൈ ചെയ്തു. അപ്പം 3 ലക്ഷം ഉണ്ടായിരുന്ന കോൾ ഓപ്ഷൻ 5,000 കുറഞ്ഞിട്ട് 2.95 ലക്ഷത്തിന്റെ കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണുള്ളത്. അതായത് അവരുടെ ബിയറിഷ്നെസ് ചെറിയതായിട്ടൊന്ന് കുറഞ്ഞു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പുട്ട് റേറ്റിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ പുട്ട് ഇവിടെ ബൈ ആണ് കാണിക്കുന്നത്. ഒരു പുട്ടിൽ ഏകദേശം 6.47 ലക്ഷം പുട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. അതായത് ഇന്നത്തെ അപേക്ഷിച്ച് ഇന്നൊരു 17,000 പുട്ടും കൂടി കോൺട്രാക്ടുകൾ വാങ്ങിയിട്ടുണ്ട്. വിച്ച് മീൻസ് അവിടെ ഒരു ബിയറിഷ്നെസ് ഉണ്ടെന്നാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. മേബി അതൊരു പക്ഷെ ഹെഡ്ജിങ് ആവാം, അല്ലെ? മാർക്കറ്റ് വല്ലാണ്ട് എന്താണ് താഴേക്ക് പോയാൽ ഹെഡ്ജിങ് ആയിട്ട് ചിലപ്പോൾ ഇവര് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി
പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ ഒക്കെ വാങ്ങാറുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ടൊരു വ്യൂ കിട്ടില്ല എങ്കിൽ പോലും നമുക്ക് നമ്മളൊരു സ്ട്രേറ്റ് അവേ ഈ പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ കോൾ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുന്നതാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് മാർക്കറ്റിന് ഒരു ബിയറിഷ്നെസ് ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാണ്. പക്ഷെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ബുള്ളിഷ്നെസ്സും അല്ലെങ്കിൽ ചെറിയൊരു ബിയറിഷ്നെസ്സും കാണുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന FI ക്യാഷ് മാർക്കറ്റിൽ എന്താണ് അവരുടെ ആക്ടിവിറ്റി എന്നുള്ളത്. ഇന്നലെ ഏകദേശം 4800, അതായത് കുറെ ദിവസങ്ങളുടെ സെല്ലിംഗ് ഇന്നലെ ഏതാണ്ട് 4800, ഇന്നലെ മീൻസ് ഫ്രൈഡേ ഏകദേശം 4800 കോടിയുടെ ബൈയിങ്, നെറ്റ് ബൈയിങ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് അത് ശരിക്കും 636 കോടി സെല്ലിംഗ് ആണ് കാണിക്കുന്നത് വീണ്ടും. ഓക്കെ, സോ 4800 ബൈയിങ് വെള്ളിയാഴ്ചത്തെ ഉണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ 636 കോടി സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ അത് നമുക്ക് ഫിഗർ വൈസ് നെഗറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ അവരുടെ ബുള്ളിഷ്നെസ്സിന് വലിയൊരു കുറവ് വന്നിട്ടില്ല എന്ന് വേണം സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ഡേറ്റാ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 1, 2, 3 നെഗറ്റീവും 1, 2, 3 പോസിറ്റീവ് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ന്യൂട്രൽ സ്റ്റേറ്റ്സ് ആണ് മാർക്കറ്റിന് ഉണ്ടാകുക, അല്ലെ? ഒരു ബുള്ളിഷും അല്ല, എന്നാൽ ഒരു ബിയറിഷും അല്ലാത്ത ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് മാർക്കറ്റിനുള്ളത്. അപ്പൊ നമ്മുടെ ചാർട്ടിലേക്ക് പോയി നമ്മൾ നോക്കുവാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം കാണാൻ സാധിക്കും നിഫ്റ്റി ഏകദേശം ഈ ഒരു ഗ്യാപ്പ് ഓപ്പൺ തന്നതിന് ശേഷം അന്നൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയി. പിന്നെ അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേടിപ്പോയി, ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് വീണ്ടും മാർക്കറ്റ് താഴെ വന്നിട്ട് ഈ ലോ പോകാതെ തന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇന്ന് ഇവിടെയാണ് ട്രേഡ് നടന്നത്. ഇവിടെ ഒരു ഇൻഡിസിഷൻ ആണ് ഇന്ന് ട്രേഡ് നടന്നിരുന്നെങ്കിൽ പോലും അതിന്റെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഉള്ളത്. ഇന്ന് സത്യത്തിൽ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ഒരു ക്യാൻഡിൽ ഇതിന്റെ ലോയും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഈ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഉള്ളത്, അല്ലെ? ഈ ഒരു റേഞ്ച് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് സപ്പോർട്ടും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്തു. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 2 ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 24,189 എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് റൗണ്ട് ഫിഗർ 24,200 ആയിട്ട് തന്നെ കാണണം. അതേപോലെ തന്നെ ഈ ലോ, അതായത് 23,900 ആണ്. ഇത് ഡീപ്പ് സപ്പോർട്ടാണ്. നമ്മൾ എക്സലിൽ കാണിച്ചിരിക്കുന്ന ഇതൊരു ഡീപ്പ് സപ്പോർട്ടാണ്. സപ്പോർട്ട് 2 എന്ന് നമുക്ക് പറയാം. ഇപ്പൊ സപ്പോർട്ട് 1 എന്താണ്? സപ്പോർട്ട് 1 ഇതാണ് 24,000 ആണ്. ഇതെങ്ങനെയാണ് സപ്പോർട്ട് 1 ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു 5 മിനിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, അവിടെ വന്നിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് കണ്ടില്ല, ഈ ഒരു ഗ്യാപ്പ് അപ്പ് വന്ന് ഓപ്പൺ ചെയ്ത ദിവസം ഫസ്റ്റ് ഇവിടുന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് മാർക്കറ്റ് താഴെ പോകാതെ വീണ്ടും അടുത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ആ ദിവസം തൊട്ടടുത്ത ദിവസം ഇവരെ ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് മോളിപ്പോയി. പിന്നീട് തിരിച്ചൊന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും മോളിൽ പോയിട്ട് ഇങ്ങനെ ട്രേഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഗ്യാപ്പ് ഓപ്പൺ നമുക്ക് എന്ത് ചെയ്തു? കറക്റ്റ് ഈ ഒരു ലെവലാണ് അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്തത്, അല്ലെ? ഇവിടെ തന്നെ 2-3 ആണ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് ഫ്രൈഡേ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ക്ലോസ് ചെയ്തു. സോ അതിനുശേഷം എന്ത് ചെയ്തു നോക്കിയേ? അതിനുശേഷം ഇന്നത്തെ ക്യാൻഡിൽ കംപ്ലീറ്റ് അതിന്റെ മുകളിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. സോ അപ്പൊ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഏകദേശം 24,000 എന്ന് പറയുന്ന സപ്പോർട്ട്. സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രൈസ് വൈസും ഓപ്പൺ ഇൻട്രസ്റ്റ് വൈസും 24,000 സപ്പോർട്ടായിട്ട് അതുപോലെ 24,200 റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ലെവൽസിന് അതിൻ്റെതായ റിലവൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് നാളെ പ്രൈസ് ഏകദേശം ഈ ഒരു റേഞ്ചിനൊക്കെ മുകളിലായിട്ട് ഓപ്പൺ ആകുന്നെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് നിങ്ങൾ ഒരു പക്ഷേ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെച്ചുകൊണ്ടൊരു സെൽ ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് സൈഡ് ട്രേഡ് നോക്കാവുന്നതാണ്. ഇനി ഒരു പക്ഷേ ഇവിടെ ഈ സപ്പോർട്ടിന് താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മേ ബി നമുക്ക് പ്രൈസ് ഇവിടം വരെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ഇവിടുന്ന് ബിയറിഷ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വരെത്തേക്ക് നമുക്കൊരു ഷോർട്ട് എൻട്രി എടുക്കാം. ഇനി അഥവാ ഇൻ കേസ് പ്രൈസ് ഇവിടെ വല്ല ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് പോകാനൊരു ഹിറ്റ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത്, അതിന് ശേഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടാർഗറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൈസ് ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇവിടെയാണ് ഓപ്പൺ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ബിഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ മുകളിലാണ് ഓപ്പണിംഗിൽ നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. അതല്ല ഈ ഒരു ഹൈഡ് മുകളിൽ ഓപ്പൺ ആവുന്ന സമയത്ത് ഇത് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ബുള്ളിഷ് ട്രേഡ് നോക്കുക. നല്ല എക്സ്പയറി ആണ്. മോസ്റ്റ് പ്രോബബിളി ഈ സപ്പോർട്ടിലെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് പക്ഷേ നമുക്ക് ഈ ഒരു 24,000 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഡെയിലി ഇതുപോലത്തെ അനാലിസിസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.